ഹലോ, എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈസി ആയിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാവേ. അതിനു വേണ്ടി ഞാൻ കുറച്ച് പിഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിന് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊരു കടായി വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ കടുക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവയുടെ കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല സിമ്പിളായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഇനി നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂൺ മതി ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി, ചെറിയ തീയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ കുറേ നേരം, വെള്ളമൊന്നും ഒഴിക്കത്തില്ല, ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ ഞാനൊരു അരമണിക്കൂർ ചെറിയ തീയിൽ ഒരു 30 മിനിറ്റ്സ് വേണ്ട, ഒരു 20 മിനിറ്റ്സ്. അത് കഴിയുമ്പം അത് പകുതി മുക്കാലും വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതൊന്ന് മുളക് പൊടിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ടിത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് ഈ ഒരു പരുവത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വെച്ച് ഓഫ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി ഫ്രൈ ചെയ്തിട്ട് ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും കൂടി ചെറിയ തീയിൽ വഴറ്റി ഇതൊരു ബ്ലാക്ക് കളർ ആകാറാകുമ്പോൾ ഓഫ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ യൂട്യൂബ് ചാനൽ എനേബിൾ ചെയ്യാത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ എല്ലാവരും. വിനീസ് കിച്ചൺ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.